ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ആസ്തി മൂല്യം തിട്ടപ്പെടുത്താൻ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30,000 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പോയി എന്ന് ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ദേവസ്വം ഭൂമിക്ക് പുറമെ സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള എല്ലാ ആസ്തികളുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യും. ദേവസ്വം സെക്രട്ടറി ഡോക്ടർ MG രാജമാണിക്യത്തിനാണ് മൂല്യം കണക്കാക്കാനുള്ള ചുമതല. ഈ നിർണായക വാർത്തയുടെ വിശദാംശങ്ങൾ അരുൺ കൊടുങ്ങൂരാണ് കോഴിക്കോട് നിന്ന് നൽകുക. അരുൺ, എന്തായാലും ഈ മാഫിയ വാഴും ദേവസ്വം ഉൾപ്പെടെ ഈ ദേവസ്വം ബോർഡുകൾ എങ്ങനെയാണ് ദേവന്റെ ഭൂമി ഇല്ലാതാക്കിയത് എന്നത് സംബന്ധിച്ചുള്ള മാസങ്ങൾ നീണ്ടുനിന്ന നമ്മുടെ വാർത്താ പരമ്പര, ആ പരമ്പരയ്ക്ക് നേതൃത്വം നൽകിയതും അരുണാണ്. അപ്പോൾ അരുൺ, നമ്മുടെ ഈ വാർത്താ പരമ്പരയ്ക്കുള്ള ഒരു വലിയ ഇമ്പാക്റ്റ് ആണല്ലോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഈ നീക്കം. തീർച്ചയായും ഗൗതമ, ഒരു തരത്തിലും നിഷേധിക്കാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ, അത് ദേവസ്വം രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ ഒരു മാസക്കാലം നീളുന്ന നമ്മുടെ ഒരു വാർത്താ പരമ്പര ഉണ്ടായിരുന്നത്. ആ വാർത്താ പരമ്പരയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. അതിൽ ദേവസ്വം ബോർഡ് മാത്രമല്ല, സർക്കാർ തലത്തിൽ കൂടി ഒരു വലിയ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ദേവസ്വം ഭൂമികളടക്കമുള്ള ദേവസ്വം ബോർഡുകളുടെ, ദേവസ്വം ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൃത്യമായി തിട്ടപ്പെടുത്താൻ, അത് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കൃത്യമായ നിർണായകമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡുകൾക്ക് മാത്രമല്ല സർക്കാർ തലത്തിലൂടെ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യത്തിനാണ് ഇതിൻ്റെ ചുമതല. ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം മന്ത്രി നമ്മുടെ വാർത്തയോട് പ്രതികരിച്ചെന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വത്തിൻ്റെ ഒരു തുണ്ട് ഭൂമി പോലും അന്യാധീനപ്പെട്ടു പോകാൻ അനുവദിക്കില്ല, അത് കൃത്യമായി തന്നെ തിരിച്ചു പിടിക്കും, അതിനുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. അതിനുശേഷമുള്ള നടപടികളാണ് ശരവേഗതയിൽ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ദേവസ്വം സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക്, ദേവസ്വം മന്ത്രിയിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനിയും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുമ്പും ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ വെല്ലുവിളികൾ, വലിയ സമ്മർദ്ദങ്ങൾ ഈ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ ഇങ്ങനെയാണ് പരാജയപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇത് എത്രത്തോളം എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടത്. കാരണം നേരത്തെ പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം വരെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലേക്കായിരുന്നു അവസാനം എത്തിയിരുന്നത്. അത്തരത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ, വലിയ സമ്മർദ്ദ ശക്തികൾ ഇതിന് പിന്നിലുണ്ട്. എന്തായാലും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ആസ്തികൾ, അതായത് ഭൂമിക്ക് പുറമെ സ്വർണം അടക്കം, അതോടൊപ്പം തന്നെ മറ്റ് ലോഹങ്ങളടക്കം വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെയും രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ അടുത്തിടെ സർക്കാരിന് കേൾക്കേണ്ടി വന്നു. അത് ഗുരുവായൂരുമായി ബന്ധപ്പെട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ദേവസ്വം ബോർഡുകൾക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായുള്ള ഒരു ഇടപെടൽ, അടിയന്തരമായ ഒരു നടപടിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും നിർണായകമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാജമാണിക്യത്തിന് ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു നിർണായക നീക്കം നൽകിയിരിക്കുന്നു. അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിൽ വിശദമായ റിപ്പോർട്ട് എങ്ങനെ ഇത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് ദേവസ്വം മന്ത്രിക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നടപടികൾ. അതായത് പലപ്പോഴും പല രേഖകളും അത് കൃത്യമായി ദേവസ്വം ബോർഡുകളുടെ പക്കലുണ്ടെങ്കിലും പലപ്പോഴും അത് കാണാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പല വിലപിടിപ്പുള്ള ഭൂമികളും അതിൻ്റെ രേഖകൾ കാണാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ ഇനി അത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഈ ഭൂമികൾ അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനുള്ള ഒരു നടപടികളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഗൗതം, അതായത് അരുൺ, രാജമാണിക്യത്തിനാണല്ലോ ഇതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദ വിഷയങ്ങൾ, ചേനപ്പാടി ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ ഭൂമിയാണ് പിന്നീട് KP യോഹന്നാനെ പോലുള്ളവർ തട്ടിയെടുത്തത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ മുൻപ് അവിടെ വിമാനത്താവളം വരുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ
ഈ ചെറുവള്ളി എസ്റ്റേറ്റ് വിഷയത്തിലൊക്കെ കൃത്യമായി അന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ വിഷയത്തിൽ ഇടപെട്ടത് രാജമാണിക്യമായിരുന്നു. അന്ന് അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇക്കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായും അത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാന നീക്കം എന്നത്. അത് ഭാവിയിലേക്ക് അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ദേവസ്വം ബോർഡുകൾക്ക് വലിയ ഉപകാരമാകുന്ന ഒന്നാണ്. ഈ രേഖകളൊക്കെ തന്നെ അത് ഡിജിറ്റലൈസ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല രേഖകളും കാണാനില്ല, അല്ലെങ്കിൽ ഈ കേസുകൾ നടക്കുമ്പോൾ ആ രേഖകൾ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ച. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ സംഭവിച്ചിരുന്നു. പക്ഷേ ആ രേഖകൾ കൃത്യമായി ഡിജിറ്റലൈസ് ചെയ്ത് ആർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകൾക്ക് അത് കൃത്യമായി എന്നേക്കുമുള്ള രേഖകളായി ഏറ്റവും ആധുനിക